ഹായ് വെൽക്കം ടു Entri. ഓക്കെ, അപ്പം ഡയറ്റ് എക്സാംസിൻ്റെ ഒരു സീസൺ ആണല്ലോ ഇപ്പോൾ ഈ നടക്കുന്നത് അല്ലേ? നമുക്ക് ഓൾറെഡി അറിയാം കുറച്ച് എക്സാംസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഡിസംബറിൽ കുറേ അധികം എക്സാംസ് വരാനുണ്ട്. അപ്പോൾ ഡയറ്റിന് ഇതുവരെ കഴിഞ്ഞ എക്സാംസിന് വളരെ ഭംഗിയായിട്ട് എൻട്രി ആപ്പിന് സ്റ്റുഡൻസിനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തതുപോലെയൊക്കെ തന്നെയാണ് എന്താ പറയേണ്ടത്, ആ ഒരു ഫോമാറ്റിലൊക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നതും. വി വർ ഈവൻ ഏബിൾ ടു ഡിസ്കസ് ദി ആൻസർ ഷീറ്റിൻ്റെ ഫോമാറ്റ് വരെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് കഴിഞ്ഞിരുന്നു. സോ ഇനി നമ്മളൊരു ക്വസ്റ്റ്യൻ അനാലിസിസ് നടത്തുക. ഇതുവരെ കഴിഞ്ഞ എക്സാംസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ അനാലിസിസ് നടത്തുന്നത് സോ ദാറ്റ് യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് എ ലോട്ട് മോർ ആൻഡ് പ്രിപ്പയർ വെൽ ഫോർ ദ അപ്കമിങ് എക്സാംസ് ഇൻ ഡിസംബർ. അപ്പം എൻട്രി ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പം മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ആൻഡ് ഫിസിക്സ് ഈ 4 സബ്ജക്ട്സിന് ക്രാഷ് കോഴ്സ് ഉണ്ട്. ആൻഡ് യു ക്യാൻ ജോയിൻ അറ്റ് എനി ടൈം. അപ്പോൾ മലയാളം ഡിസംബർ 4-നാണ്, ഇംഗ്ലീഷ് ഡിസംബർ 5-ന്, മാത്സ് ഡിസംബർ 6-ന്, ഫിസിക്സ് ഡിസംബർ 7-ന്. ഈ ദിവസങ്ങളിലാണ് ഇനി അടുത്തത് വരാനുള്ളത്. ഇനി കഴിഞ്ഞ എക്സാംസ് നമുക്കിപ്പോൾ ഓൾറെഡി അറിയാം. അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ലൈഫ് സയൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, കെമിസ്ട്രിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് എങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ ഒരു ട്രെൻഡ് എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ അതനുസരിച്ച് യു വിൽ ഓൾസോ ബി ഏബിൾ ടു മോഡിഫൈ യോർ പ്രിപ്പറേഷൻ ഫോർ ദി എക്സാം. So my name is Sebastian and let's move straight into the details. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാണ്. വി കമ്പയർഡ് ഇറ്റ് ടു ദ സിലബസ്. ആ സിലബസിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് എടുത്ത് കമ്പയർ ചെയ്ത് നോക്കി. നമുക്ക് ഒത്തിരി ജനറൽ ഹൈലൈറ്റ്സ് അല്ലെങ്കിൽ പാറ്റേൺസ് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഈ പാറ്റേൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് അവിടെ വരുന്നത്? ദ ഫസ്റ്റ് തിങ് ഈസ് ദർ ഇസ് എ ലോട്ട് ഓഫ് എംഫസിസ് ഓൺ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. അപ്പോൾ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ സ്റ്റൈൽ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വരുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ വാട്ട് ആർ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ്? ലെറ്റ്സ് ലുക്ക് അറ്റ് ഇറ്റ്. അപ്പോൾ ഈ എംഫസിസ് ഓൺ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് നമ്മൾ പറയുമ്പം ക്വസ്റ്റ്യൻസ് ആക്ച്വലി അലൈൻ വിത്ത് ദ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് കോൺസെപ്റ്റ്സ് taught in the syllabus. അപ്പോൾ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ആ കോൺസെപ്റ്റ്സിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ റിയൽ ലൈഫിൽ നമ്മളത് എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ ഇവിടെ നോക്കുന്നത്. And they often require students to demonstrate how they would apply their knowledge in real world educational context. അപ്പൊ റിയൽ വേൾഡിൽ, അതായത് നിങ്ങൾക്ക് ആ ഒരു ജോലി ലഭിക്കുകയാണെങ്കിൽ ആ ജോലിയിൽ ഈ കോൺസെപ്റ്റ്സ് എങ്ങനെ നിങ്ങൾ ഉപയോഗിക്കും നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നടത്തുന്നതിന് വേണ്ടിയിട്ട്. അതായത് കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് എങ്ങനെ ഉപയോഗിക്കും, ടെക്നോളജി ഇന്റഗ്രേഷൻ എങ്ങനെ നടത്തും, ആ ഒരു അസസ്മെന്റിന് എന്തൊക്കെ ആണ് നമ്മൾ ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഈ സാമ്പിൾ ക്വസ്റ്റ്യൻസ് നോക്കി. ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് SHGs ഇൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്. ഇത് ലൈഫ് സയൻസിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ എങ്ങനെ ഈ SHGs എങ്ങനെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിന് ഉപയോഗിക്കാം എന്നുള്ളത്. ആൻഡ് രണ്ടാമതൊരു ക്വസ്റ്റ്യൻ നോക്ക്, ഡിസ്ക്രൈബ് എനി 2 ഇന്നോവേഷൻസ് ഇൻ കരിക്കുലം ട്രാൻസാക്ഷൻ. അപ്പൊ കരിക്കുലം ട്രാൻസാക്ഷൻസിലെ ഇന്നോവേഷൻ അഗെയിൻ ദാറ്റ്സ് ഡയറക്ട്ലി ലിങ്ക് ടു ദ സിലബസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. Okay, so let's go back and look at the very next point out here, which is ഒരു ഇന്റർഡിസിപ്ലിനറി അപ്രോച്ച് ഇവിടെ ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇന്റർഡിസിപ്ലിനറി എന്ന് നമ്മൾ പറയുമ്പോൾ ഒന്ന് ആ ഒരു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എടുക്കുക, അല്ലെങ്കിൽ ആ ഒരു റിസർച്ച്, ആ ഒരു ജനറൽ ഏരിയ നമ്മൾ എടുക്കുക. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആയിരുന്നാലും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആയിരുന്നാലും കമ്മ്യൂണിറ്റി റിസോഴ്സസ് എന്നുള്ള ആ ഒരു ജനറൽ ഏരിയ എടുത്ത് നിങ്ങളുടെ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് എങ്ങനെ പഠിപ്പിക്കാം, അതാണ് ആ ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. സോ ദ ക്വസ്റ്റ്യൻസ് സ്പാൻ മൾട്ടിപ്പിൾ യൂണിറ്റ്സ് ആൻഡ് മോഡ്യൂൾസ് reflecting an interdisciplinary approach to education. Okay, this encourages students to draw on knowledge from various areas of the syllabus to provide comprehensive answers. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ ആൻസറിനെ തന്നെ കോംപ്രിഹെൻസീവ് ആക്കി കംപ്ലീറ്റ് ആക്കണമെങ്കിൽ നമ്മൾ ഒരു പക്ഷേ നമ്മുടെ സിലബസിലുള്ള പല ഏരിയാസിലെ ഇൻഫർമേഷൻ ഒന്നിച്ച് നമ്മൾ ആ ഒരു ആൻസറിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരണം. അതാണ് ആ ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറയുന്നത്. ലുക്ക് അറ്റ് ദീസ് ക്വസ്റ്റ്യൻസ് ഹിയർ. Explore the philosophical perspectives of education, discuss the aims, content, methods, and ongoing changes in different schools of philosophy in context of 21st century. നോക്ക്, ഈ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പല ഏരിയാസിൽ നിന്ന് ഡ്രോ ചെയ്ത് വന്നിരിക്കുന്ന അല്ലേ ഇവിടെ.
And മറ്റൊരു question നോക്ക്, discuss the role of education in promoting social diversity and unity. Examine the constraints on social changes in India with respect to caste, ethnicity, class, language, religion, gender, regionalism, and political interest. You see, എങ്ങനെ ഡിഫറെന്റ് ഏരിയാസിൽ നിന്ന് ഒരൊറ്റ ക്വസ്റ്റ്യനിൽ അത് ക്ലബ് ചെയ്ത് ചോദിക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. അടുത്ത ഒരു ഏരിയ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ another type, ഒത്തിരി അധികം ക്രിട്ടിക്കൽ തിങ്കിങ്ങും അനാലിസിസും നടത്തത്തക്ക രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ വാട്ട് ആർ ദീസ്? അപ്പൊ ഇവിടെ critical thinking and analysis. നമ്മൾ നോക്കിയാൽ many questions require critical thinking and analysis. Students are asked to compare and contrast concepts, evaluate the effectiveness of different approaches, and provide reasoned explanations for their answers. Answersന് reasoning കൊടുത്തിട്ടുള്ള explanations കൊണ്ടുവരണം. Different conceptsനെ compare ചെയ്യുക, contrast ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു സംഗതി. ആ ഒരു ഡിഫറെന്റ് അപ്രോച്ചസിന്റെ എഫക്റ്റീവ്നെസ് എന്തുമാത്രം ഉണ്ട് എന്ന് നിർണ്ണയിക്കുക. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ, ലൈഫ് സയൻസിൽ നിന്ന് തന്നെ ചോദിച്ചതാണ് ഈ രണ്ട് ചോദ്യങ്ങളും. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പോസിറ്റിവിസം ആൻഡ് എംപിറിസിസം. ആൻഡ് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്ക്, ഈവൻ ഇഫ് ദേ ഹാവ് എ സിമിലർ പർപ്പസ്, ദേ ആർ ക്വൈറ്റ് ഡിഫറെന്റ്. ഡു യു അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് സിംപോസിയംസ് ആൻഡ് കോൺഫറൻസസ്? സിംപോസിയംസും കോൺഫറൻസസും ഒക്കെ they are considered to be different techniques for delivering the training, അല്ലെങ്കിൽ ആ ഒരു ടീച്ചിങ് നടത്തുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്സ് ആണ് സിംപോസിയവും കോൺഫറൻസസും ഒക്കെ. അപ്പൊ ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താ? they have a similar purpose, പക്ഷേ they are quite different എന്നുള്ളതാ. സിംപോസിയം, കോൺഫറൻസ്, എന്തൊക്കെയാണ് അതിന്റെ ഡിഫറൻസസ് എന്ന് നമ്മൾ അറിയണം, എന്തൊക്കെയാണ് അവിടുത്തെ സിമിലാരിറ്റീസ് എന്നുള്ളത് നമ്മൾ അറിയണം. ആൻഡ് എന്താ പറയേണ്ടത്, അത് സെയിം പേർപ്പസിലേക്ക് എങ്ങനെ വന്നെത്തുന്നു എന്നുള്ളത് നമ്മൾ അറിയണം. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ അതിന്റെ ആൻസർ ഡ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ സ്വന്തം സ്റ്റേറ്റ്മെന്റ് എന്ന നിലയിൽ കരുതി അതിനെ എങ്ങനെ നമുക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ ബാക്ക് ആൻഡ് ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് തിങ് ഹിയർ. ഇനി നമുക്ക് കണക്ഷൻ ടു കറന്റ് ട്രെൻഡ്സ് എന്ന നിലയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ കഴിയും. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. സോ ദ ക്വസ്റ്റ്യൻ അലൈൻസ് വിത്ത് കറന്റ് എഡ്യൂക്കേഷണൽ ട്രെൻഡ്സ്. നിലവില് ഓൺഗോയിങ് കറന്റ് ട്രെൻഡ്സുമായിട്ട് അലൈൻ ചെയ്ത് വരത്തക്ക രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. നൗ ഇൻക്ലൂഡിംഗ് ദ ഇന്റഗ്രേഷൻ ഓഫ് ടെക്നോളജി, കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് psychological and sociological perspectives in education. ഈ എക്സാമ്പിൾസ് നോക്കിയേ. How is ICT used in the assessment process in education? ലൈഫ് സയൻസിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ICT എങ്ങനെ അസസ്മെന്റിന് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്ക്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് നേച്ചർ ഓഫ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. ആൻഡ് സജസ്റ്റ് സം ക്ലാസ് റൂം അസസ്മെന്റ് ടെക്നിക്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ CCE, അതായത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ഇൻ സോഷ്യൽ സയൻസ് എഡ്യൂക്കേഷൻ. അപ്പൊ ഇവിടെ ആ സോഷ്യൽ സയൻസ് എഡ്യൂക്കേഷനിൽ സ്പെസിഫിക്കലി എങ്ങനെ CCE നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് യൂസ് ചെയ്യാം ആ ക്ലാസ് റൂമിൽ, ഒരു റിയൽ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ എന്ന് പറയാം. ഓക്കെ, സോ മറ്റ് ടൈപ്പ് നമുക്ക് നോക്കാം. ആൻഡ് ദ ഫിഫ്ത് ടൈപ്പ് ഈസ് ലെറ്റ്സ് സേ എത്തിക്കൽ കൺസിഡറേഷൻസ്. അപ്പൊ എത്തിക്കൽ കൺസിഡറേഷൻസ് ബേസിക്കലി നമുക്ക് ഏതൊക്കെ ഏരിയാസിൽ വരാം എന്ന് നമുക്ക് നോക്കാം. ലുക്ക് അറ്റ് ദിസ്. സം ക്വസ്റ്റ്യൻസ് ടച്ച് അപ്പോൺ എത്തിക്കൽ കൺസിഡറേഷൻസ് ലൈക്ക് റിസർച്ച് എത്തിക്സ് ആൻഡ് ദ എത്തിക്കൽ യൂസ് ഓഫ് ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ. അപ്പോ ടെക്നോളജി എങ്ങനെ എത്തിക്കലായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഐഡന്റിഫൈ വിത്ത് റീസൺ ദ ഡിപെൻഡന്റ് വേരിയബിൾ, ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ and one intervening variable of the study entitled effectiveness of project-based learning method on critical thinking among secondary school students. social science ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പൊ ഇവിടെ ഒരു റിസർച്ചിന്റെ ടോപ്പിക് ഇതാണ്. എഫക്റ്റീവ്നെസ് ഓഫ് പ്രോജക്ട് ബേസ്ഡ് ലേണിംഗ് മെത്തേഡ് ഓൺ ക്രിട്ടിക്കൽ തിങ്കിങ് അമംഗ് സെക്കൻഡറി അല്ലെങ്കിൽ സീനിയർ സെക്കൻഡറി സ്റ്റുഡൻസ്. അങ്ങനെ ഒരു റിസർച്ച് ആണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് കണക്കാക്കുക. അങ്ങനെ കണക്കാക്കിക്കൊണ്ട് യു ഹാവ് ടു ഐഡന്റിഫൈ what is the dependent variable, who is the independent variable, or what is the independent variable, and what are the intervening variables.
ഇവിടെ you have to give reasons why this is dependent, why this is independent. അല്ലെ, നമുക്കറിയാം ആക്ഷൻ റിസർച്ച് ആണ് നമ്മൾ ഇവിടെ ഒന്നും കൂടെ മനസ്സിൽ ചിന്തിക്കേണ്ടത്. ആൻഡ് ഈ ഡിപെൻഡന്റ് വേരിയബിൾ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ദീസ് ആർ ഓൾ ദ ഡിഫറെന്റ് വേരിയബിൾസ് വേർ പ്രോപ്പർ ടീച്ചിങ് ലേണിംഗ് ഹാപ്പൻസ്. അല്ലെ, ഇൻഡിപെൻഡന്റ് ആണ് നമ്മുടെ ടീച്ചർ, ഡിപെൻഡന്റ് ആണ് നമ്മുടെ സ്റ്റുഡന്റ് എന്ന് നമുക്ക് പറയാം, റൈറ്റ്? ആൻഡ് ഇന്റർവീനിങ് ആയിട്ട് വരുന്ന വേരിയബിൾസ് എന്താണ്? ക്ലാസ് റൂം, നമ്മുടെ മെറ്റീരിയൽസ്, ടെമ്പറേച്ചർ, എവറിത്തിങ് കംസ് as intervening variables out here. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് റിസർച്ച് എത്തിക്സ് ഇൻ എഡ്യൂക്കേഷണൽ റിസർച്ച്. എഡ്യൂക്കേഷണൽ റിസർച്ചിൽ റിസർച്ച് എത്തിക്സിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. പ്രൊവൈഡ് എക്സാമ്പിൾസ് ഫോർ പൊട്ടൻഷ്യൽ എത്തിക്കൽ ഡെലിമാസ് ദാറ്റ് റിസർച്ചേഴ്സ് മേ എൻകൗണ്ടർ. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അപ്പോ ഈ രണ്ടാമത് കൊടുത്തേക്കുന്ന എക്സാമ്പിൾ ഇത് മറ്റൊരു എക്സാമിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ അല്ല, പക്ഷേ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ നമ്മുടെ കോൺസെപ്റ്റ്സ് മൈൻഡിലുള്ളത് ഇന്റഗ്രേറ്റ് ചെയ്ത് നമ്മുടെ ഇനിയുള്ള സമയം പ്രാക്ടീസ് ചെയ്തെടുക്കാൻ. അതിപ്പോ ഇംഗ്ലീഷ് ആയിരുന്നാലും മാത്സ് ആയിരുന്നാലും ഏത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സബ്ജക്ട്, ആ സബ്ജക്റ്റിനെ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മുടെ ടീച്ചിങ് ടെക്നിക്സും അല്ലെങ്കിൽ ടീച്ചിങ് മെത്തേഡ്സ്, റിസർച്ച് എത്തിക്സ്, റിസർച്ച് മെത്തേഡ്സ്, ഇതൊക്കെ നമുക്ക് നമ്മുടെ ആ ഒരു മെയിൻ സബ്ജക്റ്റുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് കഴിയണം എന്നുള്ളതാണ്. And ethical considerations കഴിഞ്ഞിട്ട് you look at practical teaching skills. So practical teaching skills എന്ന് പറയുമ്പോൾ questions related to teaching aptitude and research aptitude focus on the development of practical teaching skills, research methodologies and professional development. അപ്പോൾ professional development ഇവിടെ ഉദ്ദേശിക്കുന്നത് is the development of the teacher, your development. Research methodologies and practical teaching skills, ഇതിന്റെ applications എങ്ങനെ വരുന്നത്? See, we know theory is there on one side, പക്ഷേ how do we put that theory to practice എന്നുള്ളത്? Look at these questions. List out the points to be kept in mind while using ICT in classrooms. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്ക്. Prepare a rubric to assess a group project in biology. rubrics സ്പെസിഫിക് ഒരു ടോപ്പിക് ആയിട്ട് തന്നെ നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ, കരിക്കുലത്തിന്റെ ഭാഗമായിട്ട്. So how do you integrate that with your subject? ഇവിടെ ഇപ്പൊ ബയോളജി, it could be English, it could be maths. Question അങ്ങനെ മാറി നമുക്ക് വരാം. Now, looking at the next one, നമുക്ക് ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂഷൻ അടുത്ത ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ അടുത്ത ഒരു ഏരിയ, അല്ലെങ്കിൽ അടുത്ത ഒരു ട്രെൻഡ് നമ്മൾ കണ്ടത്. ഇവിടെ എന്താണ്? So the syllabus and questions emphasize the importance of addressing diversity and inclusion in education. See, നമ്മുടെ ഡൈവേഴ്സ് സ്റ്റുഡൻസിന്റെ കാര്യം, നമുക്ക് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കൊണ്ടുവരേണ്ടതിന്റെ ആ ഒരു ആവശ്യം. See, whether it's through inclusive classroom practices, community engagement, or understanding the sociological determinants of social change. And sample questions നോക്കുക. See, education plays a crucial role in addressing constraints on social change in India, including caste, ethnicity, class, language, religion, gender, regionalism, and political interest. Now you have to discuss how education can contribute to social progress and address these constraints. Education എങ്ങനെ ഈ കൺസ്ട്രെയിൻസിനെ അഡ്രസ് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളത് അതിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുക. See, again, ആ ഒരു ഡൈവേഴ്സിറ്റിയും ഇൻക്ലൂഷനും എങ്ങനെ ഒരുമിച്ച് നടപ്പിലാക്കാം, അല്ലെങ്കിൽ ഇൻക്ലൂഷൻ എങ്ങനെ ഈ ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ, ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ എങ്ങനെ എല്ലാവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം, അതിനുള്ള കീ പോയിന്റ്സ് ആണ് നമ്മൾ ഇവിടെ ആലോചിക്കേണ്ടത്. Look at the second question. What scaffolding activities would you like to implement for the development of the topic? Cellular level of organization to ensure inclusivity and cater to diverse learners. അപ്പോൾ ഇതൊരു സയൻസ് ബേസ് ചെയ്ത സബ്ജക്റ്റ് ആണ്, അല്ല ക്വസ്റ്റ്യൻ ആണ്, ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്നുള്ള ആ ഒരു ടോപ്പിക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ്. ആ സമയത്ത് എന്ത് സ്കഫോൾഡിംഗ് ആക്ടിവിറ്റീസ് നിങ്ങൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യും ഈ ഒരു ടോപ്പിക് ഡെവലപ്പ് ചെയ്ത് ടു എൻഷുർ ഇൻക്ലൂസിവിറ്റി ആൻഡ് കേറ്റർ ടു ഡൈവേഴ്സ് ലേണേഴ്സ് എന്നുള്ളത്. സ്പെസിഫിക് ഒരു ടോപ്പിക് തന്നെ തന്നിരിക്കുക. ആ ടോപ്പിക്കിനെ കുറിച്ച് നമ്മളൊന്നും പറയേണ്ട കാര്യം വരുന്നില്ല ഇവിടെ, പക്ഷേ എന്ത് സ്കഫോൾഡിംഗ് ആക്ടിവിറ്റീസ് നമ്മൾ ഇവിടെ ഇതിന് യൂസ് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു ചോദ്യം പ്രധാനമായിട്ട് പറയും. ഓക്കെ,
ആൻഡ് ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂഷൻ. അത് കഴിഞ്ഞ് നമുക്ക് റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആണ് ഇനി അടുത്ത് നോക്കാനുള്ളത്. അപ്പം റിയൽ ലൈഫ് എക്സാമ്പിൾസ് നമ്മൾ നേരത്തെയും ഡിസ്കസ് ചെയ്തതാണ്. ബട്ട് വി ഓൾസോ ഹാവ് അതർ ക്വസ്റ്റ്യൻസ് സ്പെസിഫിക്കലി ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിയൽ ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ആ ജോബുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. സോ the question often asks for real-life examples or case studies to support arguments and explanations. This encourages students to relate theoretical knowledge to practical situation. അപ്പോൾ ആ ഒരു തിയറിറ്റിക്കൽ നോളജ് നമുക്കുള്ളത് പ്രാക്ടിക്കൽ സിറ്റുവേഷൻസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചോദ്യമാണിത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്ക്. ഷെയർ എ പ്രാക്ടിക്കൽ എക്സാമ്പിൾ ഓഫ് എ ഫ്ലിപ്ഡ് ക്ലാസ് റൂം ടീച്ചിങ് അപ്രോച്ച് യൂസ്ഡ് ഇൻ എ ബയോളജി ക്ലാസ്. Explain the advantages of this approach for student engagement and learning outcomes. അപ്പോ എന്താ പറയണ്ടേ, ഈ ഒരു അപ്രോച്ച് നമ്മൾ എടുക്കുന്നതിൽ സ്റ്റുഡന്റ് എൻഗേജ്മെന്റിനും ലേണിംഗ് ഔട്ട്കംസിലും ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ് എന്താണ്? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. പ്രൊവൈഡ് എ റിയൽ ലൈഫ് കേസ് സ്റ്റഡി ഇലിസ്ട്രേറ്റിംഗ് ദ സക്സസ്ഫുൾ യൂട്ടിലൈസേഷൻ ഓഫ് പാർട്ടിസിപ്പേറ്ററി മെത്തേഡ്സ് ടു എംപവർ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഇൻ സ്പെസിഫിക് എഡ്യൂക്കേഷണൽ കോണ്ടെക്സ്റ്റ്. Analyze the outcomes and lessons learned. ഇതിൽ നിന്ന് എന്ത് നമുക്ക് പഠിക്കാമെന്നും അതിന്റെ ഔട്ട്കം എന്താണെന്നും അനലൈസ് ചെയ്യുക. ഈ ഒരു റിയൽ ലൈഫ് കേസ് സ്റ്റഡിയാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ആൻഡ് എന്താണ്, എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് പാർട്ടിസിപ്പേറ്ററി മെത്തേഡ്സ് യൂസ് ചെയ്യുന്നു ടു എംപവർ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്. അപ്പൊ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, ഹൗ ഡു യു ബ്രിങ് ഇൻ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ടു ഹെൽപ്പ് വിത്ത് ദ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് ദ സ്റ്റുഡൻസ്, അല്ലെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷന് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നു, അതാണ് ശരിക്കും നമ്മൾ ഇതിനകത്ത് വരേണ്ട ആൻസർ എന്ന് പറയുന്നത്. ആൻഡ് റിയൽ ലൈഫ് എക്സാമ്പിൾസ് കഴിഞ്ഞ് നമ്മൾ നോക്കിയാൽ നമുക്ക് ടെക്നോളജി ഇന്റഗ്രേഷൻ ഉണ്ട്. അപ്പൊ ടെക്നോളജി ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിന് സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യൻസ്. സോ several questions specifically address the integration of technology in education, reflecting the contemporary role of technology in teaching and learning. അതിന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. Explain how teachers can create personal learning environments through ICT integration. Provide specific examples of how technology can be tailored to individual student needs. അപ്പോൾ again ICT integrate ചെയ്ത് കൊണ്ടുവരുന്നതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. റൈറ്റ്. മറ്റൊന്ന്, discuss the potential benefits and drawbacks of using ICT for assessment in education. Give examples of innovative ICT-based assessment practices and their impact on student performance. Again, ICT-based ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക്നോളജി ഇന്റഗ്രേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. ആൻഡ് മൂവിങ് ഓൺ, അടുത്തത് ഇസ് ദ ഡെപ്ത് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. എന്തുമാത്രം ഡെപ്തിൽ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളത് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ the questions require a deep understanding of the topics covered in the syllabus, as students are asked to elaborate, compare and critically assess various aspects of education. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. How does professional development improve teaching? State the objectives that are achieved through professional development. Professional development, ഒരു ടീച്ചർ എന്ന നിലയിൽ ഞാൻ എങ്ങനെ പ്രൊഫഷണലി ഡെവലപ്പ് ചെയ്യും, ആൻഡ് എനിക്കുണ്ടാകുന്ന ആ ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റ് എങ്ങനെ, അത് എന്താ പറയേണ്ടത്, അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് ഞാൻ അച്ചീവ് ചെയ്യുന്നത് ഇത് മുഖാന്തരം. The next one is explain the importance of research ethics in educational research. അപ്പൊ ഇത് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെയും ഒന്ന് നോക്കിയതായിരുന്നു. Now discuss the potential benefits and drawbacks of using ICT for assessment in education. Give examples of innovative ICT-based assessment practice and their impact on student performance. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെയും മറ്റൊരു ഹെഡിങ്ങിൽ നമ്മൾ നോക്കിയതാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇതേ രീതിയിൽ തിങ്ക് ചെയ്താണ് നമ്മൾ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. ആൻഡ് എൻട്രി ഒത്തിരിയധികം മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി അതാണ് വേണ്ടത്. കാരണം ഇത് ഒരു റിട്ടൺ എക്സാമിനേഷൻ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അല്ല. നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സ് എഴുതേണ്ട ഒരു എക്സാമിനേഷൻ ആണ്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സ് എഴുതി തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളിപ്പോൾ ഒരു ക്രാഷ് കോഴ്സ് എൻട്രിയിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒറിജിനൽ കോഴ്സിന്റെ നോട്ട്സ് കിട്ടും, ഒറിജിനൽ കോഴ്സിന്റെ വീഡിയോസ് ലഭിക്കും, അതോടൊപ്പം തന്നെ ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.
ഒരുപാട് എന്താ പറയേണ്ടത്, ഓരോ ടോപ്പിക്കിനെയും ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ബാങ്ക്സ് തന്നെ എൻട്രി തയ്യാറാക്കിയിട്ടുണ്ട്. സോ ദാറ്റ് ഏതൊക്കെ രീതിയിൽ വളച്ച് തിരിച്ച് ഒക്കെ ഏതൊക്കെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് വന്നാലും നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തക്ക രീതിയിലുള്ള ഒരു കോച്ചിങ് ആയിരിക്കും എൻട്രി അതിന് നിങ്ങൾക്ക് തരിക. ഇനി മറ്റു കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഞാൻ ഇവിടെ നിന്ന് കാണിക്കാം. അതായത് ഇതിനെ തന്നെ ആ ഒരു ഡെപ്ത് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിനെ ബേസ് ചെയ്ത് describe the different phases of the teaching process, including planning, execution, and evaluation. Discuss the importance of each phase and provide specific strategies for effective classroom teaching. Mattoru question noku, analyze the various methods, techniques, and strategies used in teaching and their relevance in different educational contexts. Provide examples of how teachers can adapt their methods to encourage or to engage students effectively. Mattoru question, discuss the significance of instructional planning, particularly in lesson planning. അപ്പോൾ ഈ ഒരു ലെസൺ പ്ലാനിങ്ങിന്റെ സിഗ്നിഫിക്കൻസ് നമുക്ക് എഴുതണമെങ്കിൽ ആ ഒരു ടോപ്പിക്കിലുള്ള ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടായിരിക്കണം. സോ അതാണ് ഇതൊരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് വേണ്ടത് എന്ന് പറയുന്നത്. ഇനി മറ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ്, കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. എന്താണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്? നിങ്ങൾ ഈ ഒരു ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്താൽ എന്താണ് നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കുക, അല്ലെങ്കിൽ ഏത് തരം ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളതിന്റെ ഒരു സ്ലൈഡ് ഹിന്റ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് തരാം. ലുക്ക് അറ്റ് ദിസ്. എംഫസിസ് ഓൺ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് നോക്കുക. എക്സ്പ്ലെയിൻ ഹൗ ദ കോൺസെപ്റ്റ് ഓഫ് കമ്മ്യൂണിറ്റി സ്റ്റുഡന്റ് എൻഗേജ്മെന്റ് ക്യാൻ ബി പ്രാക്ടിക്കലി ഇംപ്ലിമെന്റഡ് to strengthen the relationship between educational institutions and local communities. Provide examples of effective practices. ഇതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളെ നോട്ട്സിൽ നമ്മൾ തന്നിട്ടുണ്ട്, ക്ലാസ്സസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ വൺസ് യു ഗോ ത്രൂ ദാറ്റ് ഇതിന്റെയൊക്കെ ആൻസർ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ കഴിയും. ഇനി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ICT in education, describe a specific classroom scenario where the integration of technology can enhance the learning experience. അപ്പോൾ ആ ഒരു ICT എന്ന കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളൊരു സ്പെസിഫിക് ക്ലാസ് റൂം സിനാരിയോ ഡിസൈൻ ചെയ്യാനാണ് പറയുന്നത്, വേർ ഈ ICTയുടെ ഉപയോഗം കൊണ്ട് ആ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് തന്നെ എൻഹാൻസ്ഡ് ആകുന്നത്. ആൻഡ് ഓൾസോ പ്രൊവൈഡ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്ലാൻ ഫോർ ഇംപ്ലിമെന്റിംഗ് ദിസ് ടെക്നോളജി ഇൻ ക്ലാസ് റൂം. ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്ലാൻ തന്നെ. സി വൺസ് യു ഗെറ്റ് ഇൻ ടു ദ റോൾ ഓഫ് എ ഡയറ്റ് ലെക്ചറർ ഓർ എൻ അസിസ്റ്റന്റ് പ്രൊഫസർ, ഐ മീൻ നിങ്ങളുടെ തസ്തിക എന്ത് തന്നെയായിരുന്നാലും ഡയറ്റിൽ കയറി കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഡയറ്റിൽ നിങ്ങളുടെ ജോബ് പ്രൊഫൈലായിട്ട് വരിക. സോ അതിനെ ബേസ് ചെയ്ത് അതിനെ ചുറ്റിപ്പറ്റിയാണ് നമ്മൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ആ ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചിൽ നമ്മൾ നോക്കിയാൽ യു മേക്ക് ക്വസ്റ്റ്യൻസ് ലൈക്ക് ദീസ്, ഓർ യു ജോയിൻ എൻട്രി ഫോർ യുവർ ക്രാഷ് കോഴ്സ് ആൻഡ് ക്വസ്റ്റ്യൻസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. ഡിസ്കസ് ദ റോൾ ഓഫ് സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ്സ് ഇൻ ഷേപ്പിംഗ് കരിക്കുലം ഡിസൈൻ and how can an understanding of learners' characteristics and learning styles influence the development of educational content. See, explore the connections between community engagement and sociological perspectives. How can educational institutions contribute to social change in areas like caste, religion and gender through community initiatives? ഇത് ആക്ച്വലി ചോദിച്ചതാണ്, ഇതിന് സമാനമായ ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി ചോദിച്ചതാണ്. ഇനി ആ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് അനാലിസിസിനെ ബേസ് ചെയ്ത് രണ്ട് ക്വസ്റ്റ്യൻസ് ഇവിടെയുണ്ട്. സി കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് social networking as a tool for virtual learning in education. And you must also analyze how this approach affects student engagement and interaction. നമുക്കറിയാം എന്താ പറയേണ്ടത്, സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഒരു ടൂൾ ഓഫ് വെർച്വൽ ലേണിംഗ് എന്ന നിലയിൽ ഉപയോഗിക്കുക. And evaluate the impact of different teaching methods like lectures, group discussions, and experiential learning on student understanding and retention of biology concepts. Provide arguments for the most effective method. Descriptive answers are നമ്മൾ ഇതിന് കൊടുക്കേണ്ടത്. So you have to write the answers and practice it yourself എന്നുള്ളത്. And ആ ഒരു connection to current trends ന്റെ ബേസ് ചെയ്ത് നോക്കിയാൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുക. With the rapid advancement of technology, discuss the evolving role of teachers in the 21st century. How can educators adapt to the changing educational landscape, considering the potential and advantages of ICT? Mother question, in the context of globalization, explain how education can promote social diversity and unity. Discuss the challenges and opportunities faced in creating a sense of unity in a culturally diverse classroom.
പിന്നെ ethical considerations-നെ ബേസ് ചെയ്തുള്ള questions ഇവിടെയുണ്ട്. Outline the ethical considerations that researchers should take into account when conducting educational studies. Provide examples of potential ethical dilemmas and how they can be addressed. See, നമ്മൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ക്രാഷ് കോഴ്സിന് തരുമ്പോൾ അല്ലെ ക്വസ്റ്റ്യൻ ബാങ്ക് തരുമ്പോൾ ആ ക്വസ്റ്റ്യൻ ബാങ്കിൽ നമ്മൾ അതിൻ്റെ ആൻസറും കൂടി എഴുതിയാണ് തരുന്നത്. For your understanding, we also give you the answer. And ഓരോ കീ പോയിന്റും ഒരു ക്വസ്റ്റ്യൻ ആക്കി മാറ്റിയിട്ടുണ്ട്. ആൻഡ് ഈ കീ പോയിന്റ്സിനെ ഡിഫറെന്റ് ഏരിയാസിൽ നിന്നുള്ള കീ പോയിന്റ്സിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ. Look at practical teaching skills-നെ ബേസ് ചെയ്ത് explain the phases of the teaching process, highlighting the importance of each phase in making teaching effective. Provide practical examples of how a teacher can implement these phases. ഒരു പക്ഷേ നിങ്ങൾക്ക് ആക്ച്വൽ പേപ്പറിൽ ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യത്തക്ക രീതിയിൽ ഒരു ചോദ്യം കിട്ടാം. ഇനി അതും അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഹാഫ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അല്ലെങ്കിൽ ഇവിടെ ഇപ്പം നമ്മൾ 2-3 ഡിഫറെന്റ് ഐഡിയാസ് ഒരു ക്വസ്റ്റ്യനകത്ത് കൊണ്ടുവന്നേക്കുന്നത് could turn out to be different when it comes to your question paper. For diversity and inclusion ബേസ് ചെയ്ത് analyze the role of education in addressing the constraints on social change in India related to caste, ethnicity and gender, and discuss strategies that educational institutions can employ to promote inclusivity and social progress. Look at real life examples here. Provide a real life case study illustrating the successful utilization and of participatory methods to empower community members in a specific educational context. അപ്പോൾ ഇവിടെ കോണ്ടെക്സ്റ്റും നമുക്ക് തന്നെ തീരുമാനിക്കാം നമ്മുടെ ഉത്തരത്തിൽ അത് വരണം എന്നുള്ളത്. ആൻഡ് അനലൈസ് ദ ഔട്ട്കംസ് ആൻഡ് ദ ലെസൺസ് ദാറ്റ് ആർ ലേൺഡ് ഫ്രം ദാറ്റ്. ആൻഡ് ടെക്നോളജി ഇന്റഗ്രേഷന്റെ കാര്യം നോക്കിയാലോ. discuss the potential benefits and drawbacks of using ICT for assessment in education and give examples of innovative ICT-based assessment practices and their impact on student performance. Right. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ആ ഒരു വേ ഓഫ് തിങ്കിങ് തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി മാറ്റി ഈ ഒരു രീതിക്ക് അഡാപ്റ്റ് ആകത്തക്ക രീതിയിൽ നമ്മൾ തിങ്ക് ചെയ്തെങ്കിലേ ഈ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങും അനാലിസിസും ഒക്കെ വേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. ഓക്കെ, ആൻഡ് റിമെമ്പർ, ഇത് ഒരു റിട്ടൺ എക്സാമിനേഷൻ ആണ്. സോ യു മസ്റ്റ് റൈറ്റ് ഇറ്റ്. ആൻസർ വായിച്ച് പഠിച്ചാൽ പോരാ. വായിച്ച് പഠിക്കുന്നത് എന്താ പറയേണ്ടത്, നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് പഠിക്കുന്നതല്ല. വായിച്ച് പഠിക്കുന്നത് വായിച്ച് പഠിച്ചിട്ട് നമ്മൾ ആ പഠിച്ചത് എഴുതണം. എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് ആ എക്സാം ഹാളിൽ ആ ഒരു സെയിം കാര്യങ്ങൾ ഓർത്ത് നിൽക്കുകയുള്ളൂ. എക്സാം ഹാളിൽ നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയുള്ളൂ. ഇത് QACB മോഡലാണ്. ക്വസ്റ്റ്യൻ QCAB മോഡലാണ്. ക്വസ്റ്റ്യൻ കം ആൻസർ ബുക്ക്ലെറ്റ് ആണ് വരുന്നത്. QA അല്ല, QCAB ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ കം ആൻസർ ബുക്ക്ലെറ്റ് ആ ഒരു മോഡൽ. അതായത് ഇവിടെ നമ്മൾ ഇതുവരെ കഴിഞ്ഞ എക്സാംസിലെ സ്റ്റുഡൻസ് പറയുന്നത് ഈ QCAB മോഡലിന്റെ കാര്യം ഞാൻ പറഞ്ഞു തരാം. പക്ഷേ ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അടങ്ങുന്ന, അതായത് ക്വസ്റ്റ്യൻസ് മാത്രം അടങ്ങുന്ന 1-2 ഷീറ്റ് മാത്രമേ ഈ ബുക്ക്ലെറ്റിൽ നിന്ന് നിങ്ങൾക്ക് അടർത്തി കൊണ്ടുവരാനായിട്ട് കഴിയൂ. ബാക്കിയെല്ലാം മടക്കി കൊടുക്കണം. അപ്പോൾ ഓരോ ചോദ്യം ബുക്ക്ലെറ്റിൽ ഇങ്ങനെയാണ് വരിക. ഒരു ചോദ്യം അവർ ചോദിച്ചിട്ടുണ്ടാകും, അതിനുശേഷം ഉത്തരം എഴുതാനുള്ള സ്പേസ് അവിടെ പ്രൊവൈഡ് ചെയ്യാണ്. എത്ര മാർക്കിനുള്ള ചോദ്യമാണ് എന്ന് പറയും. നമ്മൾ 4ന്റെ കാണുന്നുണ്ട്, 6ന്റെ കാണുന്നുണ്ട്, 5ന്റെ കാണുന്നുണ്ട്. ഓക്കെ, എത്ര മാർക്കിന്റെ ആൻസർ ആണെന്നുള്ളത് പറയും. ആൻഡ് സ്പേസ് ഇട്ടിട്ടുണ്ടാവും. വേർഡ് ലിമിറ്റ് ഉണ്ടാകില്ല. വേർഡ് ലിമിറ്റ് മെൻഷൻ ചെയ്തിട്ടില്ല അവിടെ. അപ്പോ ആ മാർക്കിനനുസരിച്ചും ആ കിട്ടിയിരിക്കുന്ന സ്പേസ് അനുസരിച്ചും ഉചിതമായിട്ടുള്ള ഒരു ഉത്തരം നിങ്ങൾ അവിടെ എഴുതണം എന്നുള്ളതാണ്. There is no word limit that is mentioned. Okay, ഇനി മറ്റൊരു കാര്യം ഓർക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ഷീറ്റ്സോ അഡീഷണൽ ഷീറ്റ്സോ ഒന്നും ലഭിക്കില്ല. അപ്പൊ നമ്മുടെ ആൻസർ ആ തന്നിരിക്കുന്ന സ്പേസ്, ആവശ്യത്തിനുള്ള സ്പേസ് ഉണ്ടാകും, ആ സ്പേസിൽ തന്നെ നിർത്തണം. പക്ഷേ നമ്മൾ ഒരു ആൻസർ എഴുതിയിട്ട് അതിനെ ഒന്ന് സ്ട്രൈക്ക് ഓഫ് ചെയ്ത് ആ ആൻസർ ഒന്നും കൂടി ഒന്ന് എഴുതണം എന്ന് വിചാരിച്ചാൽ ചിലപ്പോ നമുക്ക് സ്പേസ് തികഞ്ഞു എന്ന് വരില്ല. ആൻഡ് ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് വേറെ എവിടെയും എഴുതാനുള്ള ഒരു സംവിധാനമില്ല, ആ തന്നിരിക്കുന്ന സ്പേസിൽ മാത്രം. അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ട് നമ്മൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ സ്വല്പം ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ തൽക്കാലം മാറ്റി വെച്ചിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. നമുക്ക് പെട്ടെന്ന് ആൻസർ എഴുതാൻ കഴിയുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം ആൻസർ ചെയ്യണം.
നിങ്ങൾക്ക് കുറച്ച് ചിന്തിച്ചെഴുതേണ്ടി വരുന്നത് പിന്നീട് വന്ന് അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. ഇപ്പം ക്വസ്റ്റ്യൻസ് മാത്രം അടങ്ങുന്ന ഒരു 2 ഷീറ്റ് ഉണ്ടാവും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എന്നും പറഞ്ഞ്, അല്ലെ ക്വസ്റ്റ്യൻ ഷീറ്റ്, അത് നിങ്ങൾക്ക് അടർത്തിയെടുത്ത് കൊണ്ടുവരാം. ആ ക്വസ്റ്റ്യൻ ഷീറ്റിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ആൻസർ പ്ലാൻ ചെയ്യാം. അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റഫ് വർക്കിന് വേണ്ടിയിട്ടുള്ള സ്പേസ് അവിടെ ബുക്ക്ലെറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആൻസർ പ്ലാൻ ചെയ്യാം. അതായത് നമുക്ക് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ആൻസേഴ്സ് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ചിന്തിച്ച് എഴുതേണ്ട ആൻസേഴ്സ് അതിന്റെ പോയിന്റ്സ് എഴുതി, ബുള്ളറ്റ് പോയിന്റ്സ് മാത്രം എഴുതി ഒന്ന് പ്ലാൻ ചെയ്തിട്ട് പിന്നെ ആ പ്ലാനിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് ആൻസറിന്റെ പോർഷനിൽ നമ്മൾ എഴുതുക എന്നുള്ള. അപ്പൊ നന്നായി അറിയാവുന്ന ആൻസർ ആണ് നമ്മൾ ആദ്യം എഴുതി പോകേണ്ടത്. സോ ദാറ്റ് മാക്സിമം ടൈം സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈം നമുക്ക് പിന്നീട് നമുക്ക് കുറച്ച് ഓർത്ത് എഴുതേണ്ടതിന് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് നമുക്ക് ഓപ്ഷൻസ് ഒന്നുമില്ല. അതായത് ഇന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മറ്റേ ക്വസ്റ്റ്യൻ എന്നുള്ള ഓപ്ഷൻസ് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. 20 അല്ലെങ്കിൽ 21 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഒന്നുകിൽ 20 അല്ലെങ്കിൽ 21. അതാണ് നമ്മൾ ഇതുവരെ കഴിഞ്ഞ എക്സാമിനൊക്കെ കാണുന്നത്. അപ്പൊ ഇതിനകത്ത് ആ 4, 6 അല്ലെങ്കിൽ 4, 5, 6 ആ ഒരു രീതിയിൽ ആ ഒരു മാർക്കിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷനും അവിടെ വരും എന്നാണ്. സോ ദിസ് ഇസ് ഹൗ യു നീഡ് ടു പ്രിപ്പയർ. ആൻഡ് ഒന്നും കൂടെ ഞാൻ പറയുന്നത്, നിങ്ങൾക്കൊരു ക്രാഷ് കോഴ്സ് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ യു ക്യാൻ ജോയിൻ us. There is absolutely no difficulty in that. ഇതാണ് അപ്കമിങ് ഡയറ്റ് എക്സാംസ്. ഇത്രയും മാത്രമല്ല, ഇതിലും കൂടുതൽ എക്സാംസ് ഉണ്ട് ഡയറ്റിന്. പക്ഷേ ഇത്രയും സബ്ജക്ട്സിനാണ് എൻട്രി ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി നടക്കാനിരിക്കുന്ന എക്സാംസിൽ. മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ആൻഡ് ഫിസിക്സ്. ഈ താഴെ കാണുന്ന നമ്പർ, അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ആ ഒരു അറ്റാച്ച് ചെയ്തിട്ടുള്ള ഗൂഗിൾ ഫോമിൽ യു കുഡ് ജസ്റ്റ് ഫിൽ ഇൻ യുവർ നെയിം ആൻഡ് വി വിൽ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു. So I would like to thank you very much for watching this video. Wish you all the very best for your exam and you have a good day ahead. Thank you.